അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞത് അവരുടെ ആവശ്യത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടിയെ കാണുക എന്നുള്ളത്. നമ്മളിപ്പം നേരത്തെ സഹായിച്ചു വന്ന നിത്യമോടും പോയില്ല, ലീഗിനോടും പോയില്ല, ഇപ്പൊ സഹായിക്കുന്ന കോൺഗ്രസ് പാർട്ടിയോടും പോയില്ല, ആരോടും പോയില്ല. നമ്മൾ ആരെയാണോ പിന്നെ ഭരിക്കുന്നത്, ഭരിക്കപ്പെടുന്ന ആളുകളോട് കൂടുതൽ നിൽക്കുക എന്നതാണ്. ഭരിക്കപ്പെടുന്ന വിഭാഗത്തോടു കൂടെ നിൽക്കുക എന്നൊരു സ്റ്റേജ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആര് ഭരിക്കുന്നു, ഭരിക്കേണ്ട തീരുമാനിക്കുന്ന രാഷ്ട്രീയ നയം അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു വ്യക്തി ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോകണമെന്ന് പറയാൻ നമ്മുടെ മതസംഘടനയ്ക്ക് അർഹതയില്ല. ഒരാൾ എന്താണെന്ന് പറയാൻ തീരുമാനിക്കേണ്ടത് അത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ നയനിലപാടും അറിയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, നേരത്തെ തന്നെ ഇപ്പോൾ പിന്നെ നമ്മുടെ പാർലമെന്റ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായ കൂട്ടത്തിൽ ഈ വിഭാഗം മാത്രമല്ല എല്ലാവരും വിഭാഗത്തെ അരിവാൾ ചുന്നി എന്ന് താമസി ഞങ്ങൾക്ക് മറ്റൊരു ഐഡന്റിറ്റി ആവശ്യം ഇല്ല. സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയം ആവശ്യമാണ്. അതിന് സമസ്തയെ സംബന്ധിച്ച് മതവിരുദ്ധമല്ലാത്ത രാഷ്ട്രീയ ആദർശം സ്വീകരിക്കുന്നതിന് സമസ്തയിലെ ഓരോരാൾക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അത് തെരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയിലെ പിന്നെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം സമുദായത്തിന് ആദർശപരമായി യോജിക്കാൻ പറ്റിയ പാർട്ടി മുസ്ലിം ലീഗാണ് എന്ന് മുസ്ലിം ലീഗിനോട് അതുകൊണ്ട് പാർലമെന്റ് തനിക്കേറ്റ് 4 യുവാക്കൾ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. SDPI ആയിട്ട് ബന്ധമില്ല, ലീഗിന് ബന്ധമില്ല. ഇവരെ നമ്മൾ ഏത് നിലക്കാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഞാൻ പത്രസമ്മേളനം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് അത് ഒറിജിനലാണ്. പത്രസമ്മേളനം നടത്തിയിരുന്നതാണ്. മുനവ്വിർ മുഹമ്മദ് മറ്റൊരു ജാഫിന്റെ എംഎസ്എഫിന്റെയും യൂത്ത് ലീഗിന്റെയൊക്കെ ഭാരവാഹികളാണ്. മാത്രമല്ല അഫ്സലിന്റെ മൊഴിയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. മൊഴിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ അധികം ഇദ്ദേഹം പോലീസിൽ എത്തിക്കാരാണെന്ന് പറഞ്ഞത് കേസ് അന്വേഷണം ധാരാളം ബോംബ് സ്ഫോടനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ RSSന്റെയും CPMന്റെയും ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 125 ബോംബുകൾ ഒരുമിച്ച് കണ്ണൂർ പോലീസ് നേരിട്ടിട്ടുണ്ട്. അന്നൊന്നും പോലീസ് ഇത്ര കൃത്യമായ ഒരു അന്വേഷണത്തിന് എന്തായാലും പാനൂർ ഗമനിക്കും അവിടെയുള്ള SI ഒക്കെ വളരെ നല്ലൊരു അന്വേഷണം നടത്തുന്നതിലൂടെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ അന്വേഷണത്തെ പ്രശംസിക്കുന്ന അന്വേഷണം തന്നെയാണ് ഞങ്ങൾ പ്രശംസിക്കുന്ന വാർത്തകൾ. നമ്മൾ ഈ ആളുകൾ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുക ആ പ്രവർത്തകർ തങ്ങളുമായി ബന്ധമില്ല എന്ന് പറയുന്ന ഒരു പൊതുവെ കാണുന്നു. അത്തരത്തിലാണ് ഈ സംഭവം. എന്നാൽ ലീഗ് എവിടെയെങ്കിലും ബോംബ് നിർമ്മാണമോ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടോ? ഇതിപ്പം വളരെ വ്യക്തമായിട്ട് ലീഗ് തന്നെയാണ്. ബോംബ് സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ ലീഗിന്റെ ഭാഗമായി പ്രാദേശിക വിഷയത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഈ താറായി താങ്കൾ തന്നെ പറഞ്ഞു, പ്രാദേശിക വിഷയത്തിന്റെ പേരിൽ പ്രവർത്തകർക്ക് പരിഹരിക്കുകയോ മറ്റു സംഭവങ്ങളുണ്ടായാൽ അവർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം പ്രസ്ഥാനത്തിനുണ്ട്. അത് നിങ്ങൾ നേരത്തെ അതും കൂടെ അതിപ്പോ നേരത്തെ ദേശീയപരമായിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര പ്രഖ്യാപിക്കപ്പെടുമ്പോൾ
ആവശ്യപ്പെടുമ്പോ എതിർവശത്ത് രാഷ്ട്രീയ പാർട്ടിക്കാർ CPM പല പ്രദേശങ്ങളിലും CPM-ന്റെ സഹായം ചോദിക്കുന്നു. CPM ആക്രമിക്കപ്പെടുന്നു. പോലീസിന് സ്വാധീനം ചെലുത്തുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ മാരി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമില്ലാത്ത പ്രാദേശിക പാർട്ടിയുടെ അഭ്യർത്ഥനമായ സ്ഥിരീകരണത്തിനുണ്ടാകാം. അത് പരസ്യമായി ഇടപെടുന്നതല്ല, അതല്ലെങ്കിൽ അത് ലീഗിന്റെ ഒരു നിലപാടുമല്ല. അത് അന്നത്തെ അനുസരിച്ചുള്ള നിലപാടിന്റെ ഭാഗമല്ല. പാറാട് വിഷയം വളരെ വ്യക്തമാണ്. ലീഗ് തന്നെയാണ് നിയോജക മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പിന്നെ പൊട്ടൻകണ്ടി അബ്ദുള്ള സാഹിബ്, അതുപോലെ തന്നെ ജില്ലാ ഇവരൊക്കെ വളരെ വ്യക്തമായി പാറാട് സംഭവം നടന്ന അന്ന് തന്നെ വളരെ കർക്കശമായ അന്വേഷണം, വളരെ സുതാര്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗാണ്. ഇപ്പം പറഞ്ഞത് ഇപ്പോ പരിക്ക് വെച്ച് ഹോസ്പിറ്റലിൽ കിടന്നവരെ മൊഴി അനുസരിച്ചിട്ടാണ് പ്രതികളെ ഐഡന്റിഫൈ ചെയ്തത്. അത് സത്യമാണെന്ന് നിഷേധിക്കുന്നില്ല. അവര് പറഞ്ഞതും നമ്മളെടുത്ത് ബോംബ് വാങ്ങാൻ കൊണ്ടവരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് ലീഗ് അനുഭാവികൾ എന്ന് പറഞ്ഞാൽ ലീഗിന്റെ ഒരു സംഘട്ടത്തിലല്ല, ലീഗിന്റെ വിഷയത്തിലല്ല, അവിടുത്തെ മതസംഘടനകൾ തമ്മിലുള്ള വിഷയത്തിലുള്ള സംഘർഷത്തിനൊന്നും വരക്കാനുണ്ടായ പ്രാദേശിക വിഷയങ്ങളിലൊന്നും ലീഗിന്റെ ഭാഗമല്ല. മതസംഘടനകൾ തമ്മിലുണ്ടായ വിഷയത്തിന്റെ പേരിൽ ചില പ്രാദേശിക നിലപാടിന്റെ ഭാഗമായി ലീഗ് എത്തിയിരുന്നതേ ഉള്ളൂ. ലീഗ് എന്തായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു കാലത്ത് ഭരണ മേഖലയിൽ ബോംബ് കൊണ്ട് നേരിട്ട് ചരിത്രം. ഈ മതസംഘടനകൾ കൂടി ഈ നിലയിലേക്ക് പോയത് എവിടേക്കാണ്? അവിടെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കം നടത്തുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം അവര് പറഞ്ഞത് ഇപ്പൊ അറസ്റ്റ് ചെയ്ത പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ അവര് പറഞ്ഞത് AP വിഭാഗത്തിന്റെ നിരന്തരമായ അക്രമമാണ്. അവിടെയാണ് കൊളവല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ വന്ന ബോംബ് സ്ഫോടനങ്ങളുടെ പരമ്പര ഒന്ന് വെരിഫൈ ചെയ്യാൻ അവിടെ നടന്ന ഒരു അക്രമത്തിൽ